ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. നാർസിസ്റ്റിൻ്റെ സ്നേഹം ആത്മാർത്ഥത ഉള്ളതാണോ? പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യമാണ്. എല്ലാവർക്കും കൺഫ്യൂഷനുള്ള ഒരു ചോദ്യം കൂടിയാണിത്. ഇതിനുള്ള ഉത്തരം തേടിയാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ ആൾക്കാരെക്കാളും നന്നായി സ്നേഹിക്കാനും പ്രകടിപ്പിക്കാനും കഴിവുള്ളവരാണ് നാർസിസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്നേഹത്തിൻ്റെ തോത് കാണുമ്പോൾ പലപ്പോഴും നമുക്ക് ഞെട്ടലുണ്ടാക്കുകയും അത് ആത്മാർത്ഥമാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും. എന്നാൽ ഇത് ആത്മാർത്ഥമല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില ക്രൈറ്റീരിയ, ചില ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആത്മാർത്ഥത ഉള്ളതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിലേക്ക് നമുക്ക് പോവാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻറ്റൻഷൻ, ഉദ്ദേശശുദ്ധി എന്ന് മലയാളത്തിൽ പറയും. നമ്മളൊരാളെ സ്നേഹിക്കുന്നത് എന്തിനായിരിക്കും? ഉദ്ദേശശുദ്ധിയൊന്നും ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ ഉള്ളിൽ ആ ഇഷ്ടം തോന്നി അങ്ങനെ സ്നേഹിക്കുന്നതായിരിക്കും. പക്ഷേ ഇവർ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് ഘടകങ്ങളുണ്ടാവും. ഒന്നോ സ്വത്ത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും കിട്ടേണ്ടതായ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും സ്നേഹിക്കുക. നാർസിസ്റ്റിന് ഈ ലക്ഷണം വളരെ കൂടുതലായിരിക്കും. ഭാര്യയിൽ നിന്ന് അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് നന്നായി സ്നേഹിക്കും. കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴയ കോലത്തിലാവുകയും ചെയ്യും. കാര്യം നേടാൻ വേണ്ടി സ്നേഹിക്കുന്നതിനെ നമുക്കൊരിക്കലും ആത്മാർത്ഥ സ്നേഹമെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഒന്നാമത്തത് ഇൻറ്റൻഷൻ. രണ്ടാമത്തത് കണ്ടീഷണൽ, ഉപാധിയോടുകൂടി. നമ്മളെ മക്കളെ സ്നേഹിക്കുന്നത് ഉപാധിയോടുകൂടിയാണോ? അല്ല, അൺകണ്ടീഷനിലാണ്. ഒരു ഉപാധിയും ഇല്ലാതെ നമ്മളെ മക്കളായതുകൊണ്ട് നമ്മൾ അവർക്കെല്ലാം ചെയ്തു കൊടുക്കുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭർത്താവാണ്, അങ്ങനെയൊന്നുമില്ല. എൻ്റെ ഭാര്യ എനിക്ക് ഇത് ചെയ്തു തന്നാൽ ഞാൻ സ്നേഹിക്കും, ഇത് ചെയ്തു തന്നില്ലേ ഞാൻ സ്നേഹിക്കൂല. ഇങ്ങനെ ഈ രീതിയിൽ പെരുമാറിയാൽ ഞാൻ സ്നേഹിക്കും, ഈ രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ ഞാൻ സ്നേഹിക്കില്ല. അപ്പോൾ എല്ലാറ്റിനും ഉപാധി. സ്നേഹം എപ്പോൾ പ്രകടിപ്പിക്കണം എന്നുണ്ടെങ്കിലും അവർ ഉപാധിയോടുകൂടി മാത്രമേ സ്നേഹിക്കൂ. അതുകൊണ്ടാണ് രണ്ടാമത്തെ ലക്ഷണമായിട്ട് പറയുന്നത് കണ്ടീഷണൽ. മൂന്നാമത്തെ എന്ന് പറയുന്നത് കൺട്രോളിങ്. നാർസിസ്റ്റ് കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട് സ്നേഹിക്കും. എങ്ങനെ? ഈ വിക്ടിമ് തന്നെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ, മറ്റുള്ളവരോട് ഒരു കണക്ഷൻ ഉണ്ടാകാൻ പാടില്ല. ചിലപ്പോൾ ഒരു പാർട്ട്ണറെ എടുത്ത് നോക്കുകയാണെങ്കിൽ, വൈഫിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, വൈഫിൻ്റെ വീട്ടുകാരൊക്കെ ആയിട്ട് തെറ്റിക്കും, എല്ലാവരായിട്ടും, മാതാപിതാക്കളും ബന്ധുക്കളൊക്കെ ആയിട്ട്. എന്നിട്ട് ഇയാളൊരു കാര്യം പറയുകയും ചെയ്യും. എന്താണ് പറയുന്നത്? എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ, നിന്നോട് മാത്രമല്ല എനിക്കെല്ലാം പറയാൻ പറ്റൂ, നീ മാത്രമാണ് എൻ്റെ ജീവിതം, നമ്മൾ മാത്രം മതി, വേറെ ആരും വേണ്ട. ഇതൊരു സ്നേഹപ്രകടനമായിട്ട് പറയും. അപ്പോൾ ഇത് വിക്ടിം വിശ്വസിക്കുകയും ചെയ്യും. ഇവിടെ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടാണ് സ്നേഹം ഉപയോഗിക്കുക. നാലാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ലാക്ക് ഓഫ് എമ്പതി. അതായത് നമ്മൾ ഒരാളെ സ്നേഹം എപ്പോഴാണ് ആവശ്യം വരിക? നമ്മൾ ഏറ്റവും വീണ് കിടക്കുന്ന സമയത്ത്, നമ്മൾ മനസ്സ് തകർന്നിരിക്കുന്ന സമയത്ത്, നമ്മൾ ആകെ ഒറ്റപ്പെട്ട സമയത്താണ്. ഈ സമയത്ത് ഇവർ മാറി നിൽക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരുടെ സ്നേഹം ആത്മാർത്ഥത അല്ല എന്നുള്ളത്. ഞാൻ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് വിക്ടിമിനോട്. നിങ്ങൾക്ക് ഏറ്റവും വിഷമമുള്ള സാഹചര്യത്തിൽ, നിങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടോ, നിങ്ങളെ ഭാഗത്ത് നിന്നിട്ടുണ്ടോ, നിങ്ങളെ പരിഗണിച്ചിട്ടുണ്ടോ? അപ്പോൾ വിക്ടിം പറയുന്ന ഉത്തരം ഇല്ല എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാം അവരുടെ സ്നേഹം ആത്മാർത്ഥത അല്ല എന്നുള്ളത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ആശ്രയത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അടിമ, സ്ലേവറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം സ്നേഹിക്കും. പ്രത്യേകിച്ച് ലവ് ബോംബിങ് സമയത്തൊക്കെ മാക്സിമം എന്ത് ചോദിച്ചാലും ചെയ്തു കൊടുക്കും, എന്തും വാങ്ങിക്കൊടുക്കും. അങ്ങനെ ഈ വിക്ടിമിന് നാർസിസ്റ്റിനോട് വല്ലാത്തൊരു ആഭിമുഖ്യം, ഒരു ആശ്രയത്വം, ഒരു അടിമത്തം ഉണ്ടാവും. അയാൾ പറയുന്നത് പോലെ മാത്രമേ, അല്ലെങ്കിൽ അവൾ പറയുന്നത് പോലെ മാത്രമേ ചെയ്യൂ എന്ന അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ ഒരു അടിമത്തം ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇവർ സ്നേഹിക്കുന്നത്. അപ്പോൾ ഈ സ്നേഹത്തിൽ കുരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റെല്ലാം മറക്കും, മറ്റൊന്നും ചിന്തിക്കാത്ത അവസ്ഥ എത്തും. അങ്ങനെയുള്ള സാഹചര്യം കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് യഥാർത്ഥ ലവ് അല്ല, ഇത് ആശ്രയത്വം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ സ്നേഹമെന്ന് നമുക്ക് തിരിയും. ഇനി അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് സ്നേഹം അമ്മാനമാടുക. വാക്കുകൾ കൊണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് പറച്ചിൽ നല്ലോണം സ്നേഹം ഉണ്ടാവും. പറച്ചിൽ എപ്പോഴും ഞാൻ ഇങ്ങനെ സ്നേഹിക്കുന്നു, അങ്ങനെ സ്നേഹിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്ന, മറ്റേ സ്നേഹിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ പ്രവൃത്തിയിൽ ഒട്ടും ഉണ്ടാവില്ല. അപ്പോഴും മനസ്സിലാക്കുക ഇത് യഥാർത്ഥ സ്നേഹമല്ല. യഥാർത്ഥ സ്നേഹം വാക്കിൽ മാത്രം ഒതുങ്ങുന്നതല്ല, വാക്ക് പറഞ്ഞ പോലെ തന്നെ പ്രവൃത്തിയിൽ ഉണ്ടാവുന്നതാണ്. മാത്രമല്ല ചിലപ്പോൾ വാക്കനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ അതിന് ഒരുപാട് ന്യായീകരണം അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. എല്ലാറ്റിനും അവർക്ക് ന്യായീകരണം ഉണ്ടാവും. പക്ഷേ പ്രവൃത്തിയിൽ ഒട്ടും ഇവർക്ക് സ്നേഹം കാണൂല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗിവ് ആൻഡ് ടേക്ക് ആണ്. അതായത് തിരിച്ചെന്തെങ്കിലും കിട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവർ സ്നേഹം കൊടുക്കും. ആ സ്നേഹം കൊടുത്തിട്ട് അത് തിരിച്ചു വാങ്ങും. അങ്ങനെയുള്ള രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കണ്ടീഷൻ, അതായത് ഭാര്യയിൽ നിന്ന് സ്വത്ത് കിട്ടണം, മറ്റെന്തെങ്കിലും വസ്തുക്കൾ കിട്ടണം, അങ്ങനെയുള്ള സാഹചര്യത്തിലും ഇവർ സ്നേഹം പ്രകടിപ്പിക്കും. ആ സ്നേഹത്തിൻ്റെ ബദലായിട്ട്
ഗിഫ്റ്റായിട്ട് പലതും കിട്ടുമെന്ന് ഇവർക്കറിയാം. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ സ്നേഹം പ്രകടിപ്പിക്കും. അടുത്തൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് കൊടുത്തത് എടുത്ത് പറയാം. പ്രത്യേകിച്ച് സ്നേഹിക്കുന്ന സമയത്ത് ഒരുപാട് സമ്മാനങ്ങൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഇതിനൊക്കെ പിന്നീട് എടുത്തു പറയും, നിരന്തരം എടുത്തു പറയും. എപ്പോഴെങ്കിലും അല്ല കേട്ടോ, അപൂർവങ്ങളായിട്ട് എടുത്ത് പറയുകയല്ല, അത് സാധാരണ ആൾക്കാരും ചെയ്യും. പക്ഷേ നിരന്തരം എടുത്ത് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാം സ്നേഹത്തിൻ്റെ സൂചകമല്ല. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവരുടെ സ്നേഹം ആത്മാർത്ഥമല്ല, ഇതൊരു അഭിനയമാണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവർ ഒരു ബന്ധത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യുന്നത് വിക്ടിമിൻ്റെ ബുദ്ധിയെ നശിപ്പിക്കുക എന്നുള്ളതാണ്, ചിന്തിക്കാനുള്ള ശേഷിയെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിക്ടിമിന് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടാവില്ല. പിന്നെ ഇത്തരം വീഡിയോ കണ്ട് പഴയ കാര്യങ്ങൾ റിവൈൻഡ് ചെയ്ത് ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശരിയാണ് ഇയാൾ അന്ന് എന്നെ സ്നേഹിച്ചത് അതിനു വേണ്ടിയിട്ടാണ്, അങ്ങനെ ചെയ്തപ്പോഴാണ് അയാൾ എന്നെ സ്നേഹിച്ചിട്ടുള്ളത്, ഇങ്ങനെ ചെയ്തപ്പോഴാണ് എന്നെ സ്നേഹിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാത്ത പക്ഷത്തോളം അയാളെ കൂടെ ഇരിക്കുന്ന സമയത്ത്, അയാൾ സ്നേഹം പ്രകടിപ്പിക്കുന്ന സമയത്ത്, അയാൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ വ്യക്തി, ആ പെണ്ണാണെങ്കിൽ പെണ്ണ് ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന സമയത്ത്, ആ സമയത്തൊന്നും നമുക്ക് ഇത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവില്ല. നമുക്ക് ഇതിൽ നിന്ന് പുറത്ത് കിടക്കുന്ന സമയത്തോ, ട്രോമ ബോണ്ടിങ്ങിൽ നിന്ന് ഔട്ട് സൈഡുള്ള സമയത്തോ, ഇത്തരം വീഡിയോസ് നിരന്തരം കാണുന്ന സമയത്തോ, ഇൻസൈറ്റ് ഉണ്ടാകുന്ന സമയത്തോ മാത്രമേ നമുക്ക് ഈ സ്നേഹം ആത്മാർത്ഥത അല്ല എന്നും ഇതൊരു തട്ടിപ്പാണെന്നും മനസ്സിലാക്കാൻ സാധിക്കൂ. വീണ്ടും കാണാം. നന്ദി.